ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലാണിത്. ധാബ എന്ന് തന്നെയാണ് ഇവിടെ എല്ലാ ഹോട്ടലുകൾക്കും പറയണത്. ധാബ എന്ന് തന്നെയാണ്. നല്ല എന്താ പറയുക, നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതാണ് ഹോട്ടല്. പക്ഷെ ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ അകത്ത് കയറി നോക്കി. പക്ഷേ അവിടെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അതിനേക്കാളും ഭംഗി ഞങ്ങൾക്ക് തോന്നിയത് ഇവിടെ ഇരുന്ന് കഴിക്കാനാണ്. കണ്ട, ഹട്ട് പോലുള്ള സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ധാബയിൽ കയറിയപ്പോൾ ഈ ഹട്ടിലിരുന്ന് കഴിച്ചില്ല. അപ്പോൾ ഇന്നൊന്ന് ഹട്ടിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെയാ ഐറ്റംസുകൾ വന്നേക്കണേന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇതിലേക്ക് ഹട്ടിലേക്ക് കയറി. ആ ഹട്ടിൻ്റെ ഉള്ളൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്. നല്ല കർട്ടനൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതെന്താണ് ജിനോ? മസാല പപ്പട്. ഇത് ഡാൽ പരിപ്പ്. മലയാളത്തിലും കൂടി പറയണം. പരിപ്പ് കറി. ഇത് കറിപത്ത സുമന്തി. പിന്നെ ആസാമിലെ ചമ്മന്തി, നരസിംഹപത്ത അച്ചാർ. ഇതാ ഉരുങ്ങ കേരള ചമ്മന്തി. ചമ്മന്തി മലയാളത്തിലെ ചമ്മന്തി, ആസാമിലെ ആലുസന. ഇതൊക്കെ കണ്ടാൽ അറിയാലോ. ഇത് നാരങ്ങ, കുക്കുംബർ, സബോള, പച്ചമുളക്. പച്ചമുളക് എന്നും ഇവർക്ക് ഉണ്ടാവും. പച്ചമുളക്, കസമോസ്, സബോള, അസമിലെ പിയാസ് പറയാം, കുക്കുംബറിലെ ഹൊഷ, ലിംബു. ഇത് പൊട്ടൽ ഫ്രൈ. ഇത് കോവയ്ക്കാന്ന് തോന്നുന്നു. കോവയ്ക്ക. ഇതാ അസം പൊട്ടൽ ഫ്രൈ. ഇതോ അതും അങ്ങനെ തന്നെ. പൊട്ടൽ കറി. ഇത് സെം പൊട്ടൽ കറി. പിന്നെ ഇതാ മീൻ കറി. ഇത് നമ്മുടെ മീൻ കറി. മലയാളം കേരളത്തെ മീൻ കറി. ആസാം മാസ് സബ്ജി. ഇതാ പറയണ്ട. ഇതാ വെജിറ്റബിൾ സബ്ജി. നല്ല ഭംഗിയിൽ നോക്കിയേ. ഇതാ ചോറ്. താറാവ്. ഇതാ താറാവ്. മലയാളത്തിലെ ആസാം ആഷർ തോർക്കറി. നല്ല ഭംഗിയില്ലേ, കലത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഹായ് മുജിനൂർ കണ്ടോ? മുജിനൂർ ടു ഷാജു. ജോൺസൺ അച്ഛൻ. അപ്പോൾ ഓക്കെ, ബൈ. ഞങ്ങൾ കഴിക്കട്ടെ.